നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുനമ്പം കടപ്പുറം പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് കോട്ടപ്പുറം രൂപത. ഷാങ്ഹായ് കോർപ്പറേഷൻ യോഗം പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ച് പാകിസ്ഥാൻ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയാൽ പ്രത്യക്ഷ സമരമെന്ന് ഇടുക്കി രൂപത ജാഗ്രതാ സമിതി. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ. പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ ബംഗാൾ. വെസ്റ്റ് ബാങ്ക് റെയ്ഡ് 5 തീവ്രവാദികൾ കൂടി കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. വഖഫ് ബോർഡിന്റെ അന്യായമായ അവകാശവാദത്തെ തുടർന്ന് തടഞ്ഞുവെക്കപ്പെട്ടിരിക്കുന്ന മുനമ്പം കടപ്പുറം പ്രദേശത്തെ ജനങ്ങളുടെ ഭൂമിക്ക് മേലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനും നീതി ലഭ്യമാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്വരം ഇടപെടണമെന്ന് കോട്ടപ്പുറം രൂപത രാഷ്ട്രീയകാര്യ സമിതി യോഗം. കടപ്പുറം വേളാങ്കണ്ണി മാതാ ദേവാലയവും വൈദിക മന്ദിരവും സിമിത്തേരിയും കോൺവെന്റും ഉൾപ്പെടെ ഈ പ്രദേശത്തെ 610ഓളം വരുന്ന കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞുവെക്കപ്പെടുന്നതിൽ ആശങ്കയും യോഗം അറിയിച്ചു. കടപ്പുറം വേളാങ്കണ്ണി മാതാ ദേവാലയവും വൈദിക മന്ദിരവും സിമിത്തേരിയും കോൺവെന്റും ഉൾപ്പെടെ ഈ പ്രദേശത്ത് 610ഓളം വരുന്ന കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞുവയ്ക്കുന്നതിൽ ആശങ്കയും യോഗം അറിയിച്ചു. പ്രധാനമായും മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്ന നാനാജാതി മതസ്ഥരായ പാവപ്പെട്ട മനുഷ്യർ ഇത്രയും കാലം താമസിച്ചിരുന്ന ഭൂമിയും വീടും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതിയിലാണ്. ഈ പ്രദേശത്ത് ജനങ്ങളിൽ നിന്ന് വില സ്വീകരിച്ച് ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്ത് നൽകിയ ഭൂമിയിലാണ് മത്സ്യത്തൊഴിലാളികൾ താമസിച്ചു വരുന്നത്. വഖഫ് ബോർഡ് അന്യായമായ രീതിയിലൂടെ ഈ ഭൂമി സ്വന്തമാക്കുവാൻ 2022 കത്ത് നൽകുന്നതുവരെ ഈ ഭൂമിക്കുള്ള കരമടച്ച് ഈ കുടുംബങ്ങൾ കൈവശം വെച്ചു പോന്ന സ്വത്താണിത്. വഖഫ് ബോർഡിന്റെ അന്യായമായ നീക്കങ്ങളുടെ ഫലമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിതാവശ്യങ്ങൾക്ക് ഭൂമി ഈടുവെച്ച് പണം കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കുട്ടികളുടെ പഠനം, വിവാഹം, ഭവന നിർമ്മാണം മുതലായ അടിസ്ഥാന ആവശ്യങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണ്. കുടിയിറക്കൽ ഭീഷണിയുടെ മീതെ ജീവിക്കുന്ന ഈ പാവങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്കും ജീവിത പ്രതിസന്ധികൾക്കും ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുവാൻ ശക്തമായി ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് 1 മാസം. കണക്കുകൾ പ്രകാരം 231 പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത്. 78 പേർ ഇന്നും കാണാമറയത്താണ്. താൽക്കാലിക പുനരധിവാസം പൂർത്തിയായതായും ദുരിതബാധിതർക്ക് അടിയന്തര സഹായമായി 1 മാസത്തേക്ക് പ്രതിദിനം 300 രൂപ വീതം 1342 കുടുംബങ്ങൾക്ക് നൽകിയെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് 300 രൂപ വീതം 761 കുടുംബങ്ങൾക്കും ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതം 581 കുടുംബങ്ങൾക്കുമാണ് ധനസഹായം നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ജനത ഇക്കണ്ട കാലം അത്രയും അധ്വാനിച്ചതും സമ്പാദിച്ചതും ഒന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ അപ്രത്യക്ഷമായി. സമാനതകളില്ലാത്ത ദുരന്തം വയനാട് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഭാഗങ്ങളെ തൂത്തെറിഞ്ഞപ്പോൾ ഇല്ലാതായത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഒരു നാടിന്റെ മുഴുവൻ സ്വപ്നം കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനവും മഹിമയും അനുഭവിച്ചവർ ഇപ്പോൾ മറ്റൊരാളുടെ സഹായത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. തിരിച്ചുപിടിക്കുവാൻ ആവാത്ത വിധം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 30ാം നാൾ. ഇനിയും കണ്ടെത്താനാകാത്ത 78 പേർ. 3 ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ മഹാദുരന്തത്തിന് 1 മാസം തികയുമ്പോൾ 8 കിലോമീറ്ററോളം ദൂരം തീർത്തും ശൂന്യമാണ്. 62 കുടുംബങ്ങൾ ഒരാൾ പോലുമില്ലാതെ തുടച്ചു മാറ്റപ്പെട്ടു. പ്രകൃതി രമണീയമായ ഒരു നാട് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ചെളിമണ്ണിൽ ആഴ്ന്നു പോയിരുന്നു. ജീവൻ കയ്യിലെടുത്ത് പലരും ഓടിയെടുത്തത് ഒറ്റപ്പെടലിന്റെ ഏകാന്തതയിലേക്കാണ്. ചെളിയിൽ കുതിർന്ന അനക്കമറ്റ ജീവനുകൾ പുറത്തെടുക്കുമ്പോൾ കണ്ടു നിന്നവർക്ക് പോലും മരവിപ്പിന്റെ തണുപ്പായിരുന്നു. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കൂട്ടസംസ്കാരവും ഇവിടെ നടന്നു. ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചും ചാലിയാറിന്റെ തീരങ്ങളിൽ തേടി നടന്ന് മൃതദേഹം കണ്ടെടുത്തവരെയും വിസ്മരിക്കുവാൻ ആവില്ല. വയനാടിന് ഇനി വേണ്ടത് അതിജീവനത്തിന്റെ വഴികളാണ്. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നും സഹായം നൽകാമെന്ന വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക സഹായങ്ങളും വീടുപണി, പഠനോപകരണങ്ങൾ, മരുന്ന് എന്നീ അടിസ്ഥാന ആവശ്യങ്ങളിലേക്ക് മാത്രമാണ് ചെന്നെത്തുന്നത്. പുനരധിവാസ പദ്ധതികളോടൊപ്പം കൃഷി, കന്നുകാലി വളർത്തൽ പോലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് തുടർന്നും അത് ചെയ്യുവാനുള്ള ഭൗതിക സാഹചര്യം ഭരണാധികാരികൾ ഉറപ്പുവരുത്തണം. 1 സെന്റിൽ തുടങ്ങി ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്തവരുണ്ട്.
ആടും കോഴിയും ഫാമുകളുമായി ഉപജീവനം ചെയ്തവരുമുണ്ട്. തകർന്നുപോയ സ്വപ്നങ്ങളെ കരുപ്പിടിപ്പിക്കുവാൻ സർക്കാർ മുന്നിട്ടിറങ്ങണം. അതിനുള്ള സാഹചര്യവും ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസവും സർക്കാർ നൽകണം. സഹായത്തിനും സഹതാപത്തിനും അപ്പുറം സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തുന്നതാകണം ഓരോ പദ്ധതികളും. ദുരന്ത നിവാരണ നിഘണ്ടുവിൽ ബിൽഡ് ബാക്ക് ബെറ്റർ എന്നൊരു പ്രയോഗമുണ്ട്. പുനരധിവാസത്തിനൊപ്പം ഭാവിയിലെ അപായ സൂചനകളെ മുന്നിൽ കണ്ട് അതിനെ ചെറുക്കുവാൻ ആകും വിധം ദുരന്ത ഭൂമികളിൽ പുനർനിർമ്മാണം നടത്തണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ വീടുകളുടെ രൂപകൽപ്പനയും ആവാസ പരിസരത്തിന്റെ ക്രമീകരണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരവും പാരിസ്ഥിതിക സുസ്ഥിരതയും വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഹ്രസ്വകാല പദ്ധതികളോടൊപ്പം ദീർഘകാല പദ്ധതികൾക്കും ഊന്നൽ കൊടുക്കണം. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ദുരന്ത തീവ്രത കുറയ്ക്കുന്നതിനുള്ള പരിശീലനങ്ങൾ, സ്വകാര്യ പങ്കാളിത്തം എന്നിവയാണ് ദീർഘകാല പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചെയ്യേണ്ടത്. റോഡുകൾ, പാലങ്ങൾ എന്നിവ കാലതാമസം ഇല്ലാതെ തന്നെ നിർമ്മിക്കുവാൻ കഴിയുമെങ്കിലും മലഞ്ചെരുവുകൾ പഴയപടി ആക്കുന്നതിനും നദീതടം വൃത്തിയാക്കുന്നതിനും കൂടുതൽ സമയം വേണ്ടിവരും. ഉരുൾപൊട്ടൽ പ്രവചിക്കുക കൂടുതൽ പ്രയാസകരമാണ്. എന്നാൽ കാലാവസ്ഥാ വിഭാഗം, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, IIT റൂർക്കി, വനം വകുപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എന്നിവയുടെ പിന്തുണയോടെ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനാകും. അതുപോലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും സന്നദ്ധ പ്രവർത്തകർക്കും സംസ്ഥാന ജില്ലാതലത്തിൽ വിദഗ്ധരുടെ പരിശീലനം നേടാൻ സംവിധാനം ഒരുക്കണം. പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതികൾ വിപുലപ്പെടുത്തുന്നതോടെ ഫണ്ടിംഗ് കൂടുതൽ ലഭ്യമാകും. അതോടൊപ്പം ദുരന്ത മേഖലകളിലെ VIP സന്ദർശനങ്ങൾക്ക് പ്രത്യേക പ്രോട്ടോകോൾ സംവിധാനം ഉണ്ടാക്കണം. അതില്ലെങ്കിൽ സന്ദർശനങ്ങൾ ദുരന്ത മേഖലയിൽ കൊടുക്കേണ്ട ശ്രദ്ധയേക്കാൾ അധികമായി VIP-കളിലേക്ക് തിരിയുന്നതിന് കാരണമാകും. ഭരണപരമായ മെല്ലപ്പോകൽ മറ്റൊരു വെല്ലുവിളിയാണ്. ദുരിതബാധിതർക്ക് വീടിനുള്ള ഗ്രാന്റ്, സംഭാവനകൾ ഗുണഭോക്താക്കൾക്ക് എത്രയും പെട്ടെന്ന് കൈമാറണം. വായ്പാ തിരിച്ചടവിൽ ഇളവ് അനുവദിക്കുകയോ കടം എഴുതിത്തള്ളാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ വേണം. പലിശരഹിത വായ്പ, പലിശ കുറഞ്ഞ വായ്പാ സൗകര്യങ്ങൾ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് കൊടുക്കുവാൻ നിയമങ്ങൾ കൊണ്ടുവരണം. NDRF-ൽ നിന്നുള്ള സഹായത്തിനായി നിവേദനം സമർപ്പിക്കുക. NDRF-ന് കീഴിൽ ദുരന്ത ആഘാതം കുറയ്ക്കുന്നതിനും കേന്ദ്ര പദ്ധതികളിൽ നിന്നുമുള്ള വിഹിതം കൂട്ടാനുമുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം. നബാർഡ് മുഖേനയുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സൗകര്യവും പെട്ടെന്ന് തന്നെ സർക്കാർ ഉണ്ടാക്കണം. സഹായങ്ങൾ നൽകി അത് സ്റ്റാറ്റസ് ആക്കി വെച്ചും അപേക്ഷകൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയും ആത്മാഭിമാനമുള്ള ഒരു ജനതയെ ഇനിയും കുത്തിനോവിക്കരുത്. സഹതാപം നിറഞ്ഞ വാക്കുകളല്ല, അധ്വാനിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ചേരിതിരിവുകൾ ഉണ്ടാകാതെ ഒരു നാടിന്റെ പുനഃസ്ഥാപനത്തിനും വീണ്ടെടുപ്പിനും എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജനകീയ പ്രതിബദ്ധത നിറവേറ്റണം. ഇനിയും ഒരു ദുരന്ത ഭൂമിയാകുവാൻ ഇവിടം വിട്ടുകൊടുത്തുകൂടാ. കേരളത്തിലെ ക്രൈസ്തവ ജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയാൽ പ്രത്യക്ഷ സമരം ആരംഭിക്കേണ്ടി വരുമെന്ന് ഇടുക്കി രൂപത ജാഗ്രതാ സമിതി. റിപ്പോർട്ട് സമർപ്പിച്ച് നിരവധി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് ജാഗ്രതാ സമിതി ആരോപിച്ചു. റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിരവധി തവണ നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായെങ്കിലും ഇതുവരെയും ഒരു ഫലവും ഉണ്ടാകാത്തതിൽ സമുദായ അംഗങ്ങൾ നിരാശരാണ്. സമാന സ്വഭാവമുള്ള സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് ആഴ്ചകൾക്കുള്ളിൽ അത് നടപ്പിലാക്കിയത് കേരളം കണ്ടതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ഭീമമായ തുക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വിതരണം ചെയ്യേണ്ടതിന് പകരം ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമായി കൊടുക്കുകയും ക്രൈസ്തവ സമൂഹത്തിനെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നതിനെതിരെ സമുദായാംഗങ്ങൾക്കിടയിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിന്റെ നീതിപൂർവകമായ വിതരണം ഉറപ്പുവരുത്തുവാൻ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു. സാമ്പത്തിക പാക്കേജുകളും ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും സ്കോളർഷിപ്പുകളുമായി സാമൂഹികവും സാമ്പത്തികവുമായി സമുദ്ധരിക്കപ്പെടേണ്ട ഒരു ജനവിഭാഗത്തിന്റെ അവകാശങ്ങളാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിലൂടെ തടസ്സപ്പെടുത്തുന്നത്. റിപ്പോർട്ട് പുറത്തുവിടാത്തതിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
നീതി നടപ്പിലാക്കാൻ വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന കാര്യം മറക്കരുതെന്ന് സംഘടനാ ഭാരവാഹികൾ ഓർമ്മിപ്പിച്ചു. റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്നും റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സഭയുടെയും സമുദായത്തിന്റെയും നേതൃത്വത്തിലുള്ളവരുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സമര പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്ന് ജാഗ്രതാ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകുന്നത് സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് 2 ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ ബംഗാൾ സർക്കാർ. ബലാത്സംഗത്തിന് കൊലക്കയർ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നിയമസഭ സമ്മേളിക്കുമെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന BJP ആരോപണം മമതാ ബാനർജി തള്ളി. പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി അഭിഭാഷകൻ വിനീത് ജിൻഡാൽ ഡൽഹി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഓർത്തുകൊള്ളൂ, ബംഗാൾ കത്തിയാൽ അസം, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഡൽഹി എന്നിവയും കത്തും എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയുടെ പൊതുസമ്മേളനത്തിലാണ് പരാമർശം നടത്തിയതെന്നാണ് ആരോപണം. താൻ ഒരു വാക്കുപോലും ഡോക്ടർമാർക്കെതിരെ പറഞ്ഞിട്ടില്ലെന്നും ഒരിക്കലും ഭീഷണിപ്പെടുത്തി സംസാരിച്ചിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ വളച്ചൊടിക്കപ്പെട്ടു. ഇതിന്റെ പേരിൽ തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കള്ളപ്രചാരണങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു. യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ബംഗാളിൽ പ്രതിഷേധം കനക്കുമ്പോഴായിരുന്നു മമതയ്ക്കെതിരെ ആരോപണവുമായി BJP രംഗത്തെത്തിയത്. തനിക്കെതിരെ നടക്കുന്നത് വിദ്വേഷ പ്രചാരണമാണെന്ന് മമത എക്സിൽ കുറിച്ചു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം തുടരുകയാണ്. മമതാ ബാനർജിയുടെ വസതി തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് 5 പേരെ കൊൽക്കത്ത പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ഇവരുടെ ആഹ്വാനം. വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഉൾപ്പെടെയുള്ളവരെയാണ് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് നീതി വേണം എന്ന തലക്കെട്ടിലുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഗൂഢാലോചന നടന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ഓപ്പറേഷനിൽ 5 തീവ്രവാദികളെ കൂടി വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. തുൽക്കാറാം നഗരത്തിൽ അബു ഷുജ എന്ന മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദ സംഘടന സ്ഥിരീകരിച്ചു. ഇസ്രായേലിലുണ്ടായ ഒട്ടേറെ തീവ്രവാദ ആക്രമണങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. വെസ്റ്റ് ബാങ്കിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന ആരംഭിച്ച റെയ്ഡിൽ ഇതോടെ മരണം 16ആയി. 10 പേർ തങ്ങളുടെ പോരാളികളാണെന്ന് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ പോളിയോ വാക്സിനേഷനു വേണ്ടി ഗാസയിലെ 3 മേഖലകളിൽ 3 ദിവസം വീതം പകൽ പരിമിത വെടിനിർത്തലിനെ ഇസ്രായേൽ സൈന്യം സമ്മതിച്ചു. ഞായറാഴ്ച മുതൽ ഗാസയിലെ 6,40,000 കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി. ഇതിനായി അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം മധ്യ ഗാസ, തുടർന്ന് തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും 3 ദിവസം വീതം രാവിലെ 6 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് വെടിനിർത്തൽ. ഗാസയിൽ 1 വയസ്സുള്ള കുഞ്ഞിനെ പോളിയോ ബാധിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തര വാക്സിനേഷന് WHO രംഗത്തിറങ്ങിയത്. അതേസമയം ഗാസയിൽ തുടരുന്ന ആക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടെ 70 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം, ജെനിൻ നഗരങ്ങളിൽ 18 പലസ്തീൻകാരും കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ 40,602 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യതലവന്മാരുടെ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ക്ഷണിച്ച് പാകിസ്ഥാൻ. ഒക്ടോബർ 15-16 തീയതികളിൽ പാകിസ്ഥാനിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത്. അതേസമയം ക്ഷണത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഷാങ്ഹായ് യോഗത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ ക്ഷണിക്കുകയും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വീഡിയോ ലിങ്ക് വഴി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് പാകിസ്ഥാനിലെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് സൂചന. പകരം കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയക്കാനാണ് സാധ്യതയെന്നും ഈ രംഗത്തെ വിദഗ്ധരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
ജൂലൈയിൽ കസക്കിസ്ഥാനിൽ നടന്ന SCO വാർഷിക ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പകരം വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അസ്താന ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത്. പാകിസ്ഥാനാണ് ഇത്തവണ SCOയുടെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. രാഷ്ട്രതലവന്മാർ നേരിട്ട് പങ്കെടുക്കുന്ന യോഗത്തിലേക്കാണ് മോദിയെ പാകിസ്ഥാൻ ക്ഷണിച്ചത്. ഒക്ടോബർ 15-16 തീയതികളിൽ ഇസ്ലാമാബാദിലാണ് യോഗം നടക്കുക. പാകിസ്ഥാനുമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഷാങ്ഹായ് കോർപ്പറേഷന്റെ യോഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. അതേസമയം ഇരു രാജ്യങ്ങളും പരസ്പരമുള്ള പ്രശ്നങ്ങൾ യോഗത്തിൽ ഉന്നയിക്കാറില്ല. ലൈംഗികാരോപണം നേരിടുന്ന കൊല്ലം MLA M. മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കൊല്ലം നിയോജക മണ്ഡലം കമ്മിറ്റി മുകേഷിന്റെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുകേഷിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ, ഗീതാ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ആരോപണം ഉന്നയിച്ചയാളെ വീണ്ടും അപമാനിക്കാൻ മുകേഷ് ശ്രമിച്ചതായി UDF പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. CPM MLA എന്ന നിലയിൽ രാഷ്ട്രീയ കവചമുണ്ടാക്കാനുള്ള ശ്രമമാണ് മുകേഷ് നടത്തുന്നത്. ഓർമ്മയില്ലെന്ന് സ്വയം പറയുന്ന ആളാണ് 2 തവണയായി കേരള നിയമസഭയിൽ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഏറ്റവും വലിയ തെറ്റാണ് മുകേഷ് ചെയ്തത്. അദ്ദേഹത്തിനെതിരെ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ എത്തുമെന്നും ഷാനിമോൾ പറഞ്ഞു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫിന് കരുവന്നൂർ കത്തോലിക്ക കോൺഗ്രസ് പൗരസ്വീകരണം ഒരുക്കി. ഓഗസ്റ്റ് 28 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് കരുവന്നൂർ സെന്റ് മേരീസ് പള്ളിയങ്കണത്തിൽ വെച്ചായിരുന്നു അനുമോദന യോഗം സംഘടിപ്പിച്ചത്. സോജൻ ജോസഫ് ഇംഗ്ലണ്ടിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കെന്റിലെ ആഷ്ഫഡ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയത്. കോട്ടയം കൈപ്പുഴ ഓണംതുരത്ത് ചാമക്കാലയിൽ ജോസഫിന്റെ മകനാണ് സോജൻ. കൈപ്പുഴ സർക്കാർ സ്കൂളിലാണ് വിദ്യാഭ്യാസത്തിന്റെ തുടക്കം. +2 കഴിഞ്ഞ് ബംഗളൂരിലാണ് നഴ്സിംഗ് പഠിച്ചത്. കരുവന്നൂർ അടാട്ടുകാരൻ ശ്രീ ജോസ്, മേരി എന്നിവരുടെ മകളായ ബ്രൈറ്റിയാണ് പുതിയ MP സോജൻ ജോസഫിന്റെ സഹധർമ്മിണി. 3 മക്കളാണിവർക്ക്. മൂത്ത മകൾ ഹന്ന എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ സാറ മെഡിസിന് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ്. മകൻ മാത്യു +2 പഠിക്കുന്നു. ഭാര്യയുടെ പിന്തുണയോടുകൂടെയാണ് പൊതുപ്രവർത്തനത്തിൽ ഇത്രയുമൊക്കെ ചെയ്യാനായത്. ആഷ്ഫോർഡിലെ NHS ഹോസ്പിറ്റലിൽ മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് സോജൻ. ഭാര്യ ബ്രൈറ്റയും NHS നഴ്സാണ്. ബെർലിൻ മാരത്തണിലടക്കം 9 ഫുൾ മാരത്തോണുകളിൽ സോജൻ പങ്കെടുത്തിട്ടുണ്ട്. വർഷങ്ങളായി ജനങ്ങൾക്കുള്ളിൽ തന്നെ സജീവമായി പ്രവർത്തിച്ചു. ആഷ്ഫോർഡ് മലയാളി അസോസിയേഷൻ രൂപീകരിക്കുകയും പലവട്ടം പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്പിൽ ഗ്ലോബൽ മലയാളി അസോസിയേഷന്റെ നേതൃസ്ഥാനവും 10 വർഷം ആഷ്ഫോർഡ് സിറ്റി കൗൺസിൽ അംഗമായി സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ആരോഗ്യരംഗത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് നഴ്സ് എന്ന നിലയിൽ ഈ രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ജനങ്ങളുടെ വിശ്വാസം ഉറപ്പാക്കിയാണ് സ്ഥാനാർത്ഥിയായത്. 88% തദ്ദേശീയരുള്ള മണ്ഡലമാണ് ആഷ്ഫോർഡ്. 400 മലയാളി കുടുംബങ്ങൾ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് സോജൻ ഈ ചരിത്ര വിജയം നേടിയത്. വളരെ സന്തോഷം തോന്നുന്നു. സ്വന്തം നാടല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ 23 വർഷമായിട്ട് എനിക്ക് ഈ നാടുമായിട്ട് വളരെ അധികം അടുത്ത ബന്ധമാണ്. എൻ്റെ ഭാര്യയും അവരുടെ കുടുംബവും അവരുടെ അമ്മ വീട്ടുകാരും ഈ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ അവരുമായിട്ടും എനിക്ക് വളരെ അടുത്ത ബന്ധമാണ്. എല്ലാ പ്രാവശ്യവും വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാനവിടെ വരാറുണ്ട്. വരുമ്പോഴെല്ലാം ഇവിടെ എത്താറുണ്ട്. ഇവിടെ കുടുംബാംഗങ്ങളും അവരുടെ മറ്റു വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണാറുണ്ട്. നല്ല ബന്ധമാണ് എനിക്ക് നാടുമായിട്ടുള്ളത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഈ പള്ളി അങ്കണത്തിൽ വെച്ച് ഈ പരിപാടി നടത്തിയതിന് ആദ്യമേ തന്നെ നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കുക. അവരെന്ത് ജോലിക്കാണ്, എന്ത് വിസയിലാണ് ആ നാട്ടിലേക്ക് വരുന്നതെന്ന് ഉള്ള ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. പലരും ഈ അടുത്ത കാലത്ത് കണ്ടുപോടുന്നത് ഒരുപാട് ഏജൻസികൾ തെറ്റായ വിവരങ്ങൾ നൽകി അവർക്ക് ആളുകളെ കൊണ്ടുപോവുകയും അവിടെ ചെന്ന് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ അതൊരു പ്രധാന ഇഷ്യൂ ആക്കി ഏറ്റെടുത്ത് അതിനൊരു ബോധവൽക്കരണം നടത്താം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിക്കുന്നവരോടെല്ലാം ആ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. എങ്ങനെയും പുറത്തു പോകണം എന്നൊരു ആഗ്രഹത്തിൽ ഒരുപാട് പേര് ഇതിൽ പെട്ടുപോകുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള അതിൻ്റെ നേരായ റൂട്ടിൽ കൂടി അവിടുത്തെ സർക്കാർ അവർക്ക് ആവശ്യമുള്ള ആളുകളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അവരവിടെ അവരുടെ ഗവൺമെൻറ്
വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയും. ആ ലിസ്റ്റിലുള്ള ജോബുകൾക്ക് മാത്രമേ അവർക്ക് അവർ വർക്ക് വിസ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തെങ്കിലും കോഴ്സിന് അവിടെ പോയി പഠിച്ച് എനിക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോയാൽ നമ്മൾ പലപ്പോഴും ആ കോഴ്സിന് ശേഷം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അത് ആ ബോധവൽക്കരണം, പിന്നെ ആളുകൾക്ക് മറ്റുള്ളവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരു ദാരുണമായ 1-2 മരണങ്ങളുണ്ടായി. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ അവിടെ ഒരു തീപിടുത്തമുണ്ടായി. അതിലൊരു ചെറിയ മലയാളി ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ എന്നെ വിളിക്കുകയും കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരെൻ്റെ മണ്ഡലത്തിൽ ഉള്ളവരല്ലെങ്കിൽ കൂടിയും പലരും എന്നെ അവരുടെ ഒരു MP ആയിട്ടാണ് കാണുന്നത്. നമുക്കതിനൊക്കെ അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് മറ്റുള്ള മണ്ഡലങ്ങളിലെ ആളുകളുടെ കാര്യത്തിൽ ഇടപെടുന്നതിന്. പക്ഷേ നമുക്കൊരു എങ്ങോട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും മറ്റും സാധിക്കാറുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അവരുടെ ആ ബുദ്ധിമുട്ടുകൾക്കൊരു മാറ്റം വരുത്തുവാൻ നമുക്ക് തീരുമാനമെടുക്കുന്ന ലോ മേക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മുടെ വൈഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തത് പരിഹരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. സംസ്ഥാനത്തെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇതിന്റെ അടിസ്ഥാനത്തിൽ 11 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിനാലാണ് നിലവിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാകുന്നതെന്നാണ് വിവരം. ഇതിനു പുറമെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലായിരിക്കും അതിശക്തമായ മഴ ലഭിക്കുക. അതിനാൽ 4 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇതിന്റെ അടിസ്ഥാനത്തിൽ 11 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിനാലാണ് നിലവിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാകുന്നത് എന്നാണ് വിവരം. ഇതിനു പുറമെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലായിരിക്കും അതിശക്തമായ മഴ ലഭിക്കുക. അതിനാൽ 4 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മലപ്പുറം മുതൽ പത്തനംതിട്ട വരെ യെല്ലോ അലർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. രാത്രി മൊത്തം നീണ്ടുനിന്ന ശക്തമായ മഴ ഇപ്പോഴും പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ഇതിലും ശക്തി പ്രാപിക്കാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. മോശം കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ തീരമേഖലകളിൽ താമസിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 1964 അസ്ന ആദ്യമായി ഇന്ത്യൻ തീരം തൊടുന്നത്. അന്നൊരു ഹ്രസ്വ ചുഴലിക്കാറ്റായി രൂപപ്പെടുകയും കരയോടെടുത്തതിന് ശേഷം ദുർബലമാവുകയും ചെയ്തു. 1944 അറബിക്കടലിൽ പ്രവേശിച്ച ശേഷം മറ്റൊരു ചുഴലിക്കാറ്റായി അസ്ന ശക്തി പ്രാപിച്ചുവെങ്കിലും പിന്നീട് കടലിൽ തന്നെ ദുർബലമായി. അസ്ന എന്ന പേര് നിർദ്ദേശിച്ചത് പാകിസ്ഥാനാണ്. 1976 ഒഡീഷയിൽ വികസിച്ച ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി അറബിക്കടലിൽ പതിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 1891 ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന 4ാമത്തെ ചുഴലിക്കാറ്റാണ് അസ്ന. ഓഗസ്റ്റിൽ ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് മേഖലയിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ചയോടെ അറബിക്കടലിന് മുകളിലൂടെ ഒമാൻ തീരത്തേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശത്തെ കൂടിയ തോതിലുള്ള ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ദേശീയ ബുള്ളറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ സൗരാഷ്ട്ര കച്ച് മേഖലകളിൽ ഗണ്യമായ മഴയ്ക്ക് അസ്ന കാരണമായിട്ടുണ്ട്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 29 വരെ ഈ പ്രദേശങ്ങളിൽ 799 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഈ കാലയളവിലെ സാധാരണ ലഭിക്കുന്ന 430.6 മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് സാധാരണ നിലയേക്കാൾ 86% വർധനയാണെന്ന് IMD ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. UAE നടക്കുന്ന വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് വയനാട് സ്വദേശി സജന സജീവൻ. രാജ്യത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ലക്ഷ്യമെന്നും സജന പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശി ആശാ ശോഭനയാണ് 15-അംഗ സ്ക്വാഡിൽ ഇടം നേടിയ മറ്റൊരു മലയാളി. വളരെയധികം സന്തോഷമുണ്ട്, ഭയങ്കര അഭിമാനമുണ്ട്. ക്രിക്കറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യ കളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഇന്ത്യൻ ടീമിൽ ഭാഗമായതിനു ശേഷം
ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മറുപടിയായിരുന്നത് വേൾഡ് കപ്പ് ടീമിന് വേണ്ടി കളിക്കുക, ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതും കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇതിന് പുറകിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നു. ഇല്ല, ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. മാച്ചസ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടർ ക്യാമ്പുകളും കാര്യങ്ങളൊന്നും ഫിക്സ്ഡ് ആയിട്ടില്ല. അത് അറിയിക്കും ഉടനെ. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഷഫാലി വർമ്മയ്ക്കൊപ്പം സ്മൃതിയായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുന്ന യസ്തിക ഭാട്ടിയ, ശ്രേയങ്ക പാട്ടീൽ എന്നിവർ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഫിറ്റ്നസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് പ്ലേയിങ് 11-ൽ സെലക്ഷൻ ലഭിക്കുക. 3 ട്രാവലിംഗ് റിസർവുകളെയും 2 നോൺ ട്രാവലിംഗ് റിസർവുകളെയും സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി കാരണം ദുബായിലേക്കും ഷാർജയിലേക്കും വേദി മാറ്റിയ വനിതാ T20 ലോകകപ്പിന് ഒക്ടോബർ 3-നാണ് തുടക്കമാവുക. ടൂർണമെന്റിൽ ആകെ 23 മത്സരങ്ങളാണ് ഉണ്ടാവുക. ഗ്രൂപ്പുകൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെയായിരിക്കും. നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്ക് പുറമെ ഇന്ത്യ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത്. ബി ഗ്രൂപ്പിൽ ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ്, സ്കോട്ട്ലൻഡ് ടീമുകൾ ഇടം പിടിച്ചു. ഒക്ടോബർ 6-ന് ദുബായിൽ ആവേശകരമായ ഇന്ത്യ പാക് പോരാട്ടം നടക്കും. ഗ്രൂപ്പിലെ ഓരോ ടീമും പരസ്പരം മത്സരിക്കും. ഇങ്ങനെ 4 മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമിനുണ്ടാകുക. 2 ഗ്രൂപ്പിലും ആദ്യ 2 സ്ഥാനത്തെത്തുന്ന 2 ടീമുകൾ വീതം ഒക്ടോബർ 17-നും 18-നും നടക്കുന്ന സെമിയിലേക്ക് മുന്നേറും. 20-ന് ദുബായിലാണ് ഫൈനൽ. സെമി ഫൈനലിലും ഫൈനലിലും റിസർവ് ദിനമുണ്ടായിരിക്കും. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.